ജോജു തന്റെ പുതിയ ഫിലിം അതിന്റെ ഒരു കോൺട്രവേഴ്സിയിൽ വന്നിരുന്നു. പണി എന്ന് പറഞ്ഞ അതിന്റെ ഭാഗമായിട്ട് ഒരു കോൺട്രവേഴ്സിയിൽ വന്നിരുന്നു. അപ്പൊ അത് വാച്ച് ചെയ്തപ്പോഴ് അയാള് അതുവരെയുള്ള അക്കംപ്ലിഷ്മെന്റ്സ് ഒക്കെ പറയുന്നത്, ഞാൻ ഇത്രയും വർഷം പണിയെടുത്തിട്ടുണ്ട്, ഞാൻ അതിനു വേണ്ടിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ അയാൾ ഒരു വാക്കുകൂടി പറയുന്നുണ്ട്, ഞാൻ നന്നായിട്ട് ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന്. ഇത് ഫിലിം ഫീൽഡിലുണ്ട്, മറ്റു നമ്മളൊക്കെ ചെയ്യുന്നതാണ്. അത് ഇമ്പോസ്റ്റർ സിൻഡ്രോമിന്റെ നല്ലൊരു ലക്ഷണമാണ്. അതായത് നമ്മൾ എത്ര വർക്ക് ചെയ്താലും, നമ്മൾ എത്ര അക്കംപ്ലിഷ് ചെയ്താലും, നമ്മൾ അവസാന ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കുന്നത് ഭാഗ്യത്തിന് അല്ലെ സമയത്തിനാ കൊടുക്കുക. നല്ല സമയം കൊണ്ട്, എന്റെ സമയം കൊണ്ട് നന്നായത് കൊണ്ട് എനിക്ക് കിട്ടി എന്നാണ് പറയാ. നമ്മളിടുന്ന എഫേർട്ട് അവിടെ കാണുന്നില്ല. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇതിൽ നിന്നൊക്കെ പുറത്തു വരണം. അപ്പൊ നമ്മള് മലയാളികൾ എസ്പെഷ്യലി കൊടുക്കുന്നതാണ് കേട്ടോ. അതായത് എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയെന്നാ പറയാ. അയാൾ അത്ര അധ്വാനിച്ചിട്ടായിരിക്കും വല്ല അവാർഡോ വല്ല റിവാർഡോ കിട്ടിയിട്ടുണ്ടാവുക. എന്നിട്ട് അവസാനം പറയും എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയത്. നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ കഴിവുകളിലാണ്. നമ്മൾ എഫേർട്ട് ഇട്ടാണ്ട് ഒരു കാര്യവും വരില്ല. അപ്പൊ നമ്മളിലാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് വരും, നല്ല സക്സസ്ഫുൾ ആവും.